രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. കാവി കൊടി പിടിച്ച ഭാരതമാതാ ചിത്രം രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിൽ സ്ഥിരമാക്കിയതോടെ അത്തരം പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് സർക്കാർ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ രാജ്യ പുരസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതാണ് പുതിയ വാർത്ത. ആശയപരമായി വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ ധാരകൾ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്കാണ്. അതിന് സെക്രട്ടേറിയറ്റും രാജ്ഭവനും പടകുടീരകളാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അങ്ങനെ മാറുമോ? ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജ്ഭവനിലെത്തിയ രാജേന്ദ്ര ആർലേക്കർ ഒരു പടി കൂടി കടന്ന് പ്രത്യയശാസ്ത്ര ഏറ്റുമുട്ടലിന്റെ സംഘർഷപാത തുറക്കുകയാണോ? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ രാജ്ഭവൻ സർക്കാർ ഭാരതാംബ ഏറ്റുമുട്ടലിന് അവസാനമായില്ല. ആദ്യ മന്ത്രി പി പ്രസാദാണ് വിയോജിച്ചതെങ്കിൽ ഇത്തവണ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതിഷേധിച്ചത്. രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ അവാർഡ് ദാന ചടങ്ങിന് ഭാരതാംബ ചിത്രം ഉപയോഗിച്ചതിൽ പ്രതിഷേധമറിയിച്ച് മന്ത്രി ചടങ്ങിൽ നിന്നിറങ്ങിപ്പോയി. രാജ്ഭവനെയും ഗവർണറെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. പിന്നാലെ മന്ത്രിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറും രംഗത്തെത്തി. ശക്തമായ ഭാഷയിൽ മന്ത്രിയും തിരിച്ചടിച്ചു. രാജ്ഭവന്റെ നിലപാടിനെതിരെ തലസ്ഥാനത്ത് DYFI പ്രതിഷേധിച്ചു. രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കാൻ പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. നിർദ്ദേശം രാജ്ഭവൻ അംഗീകരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ വിവാദം. രാജ്ഭവനിൽ RSS സൈദ്ധാന്തികരുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചതും വിവാദമായിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ചില വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. എഴുതി തയ്യാറാക്കിയ വിമർശനവുമായാണ് മന്ത്രി അങ്ങോട്ട് പോയത്. വിവാദ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചാൽ ബഹിഷ്കരിക്കാൻ ഉറച്ചാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെന്നർത്ഥം. ഇറങ്ങിപ്പോകും മുമ്പ് മന്ത്രി വിമർശനം ഉന്നയിച്ചത് എഴുതി തയ്യാറാക്കിയ ഈ കുറിപ്പ് വായിച്ചാണ്. പുഷ്പാർച്ചനയ്ക്കായി വെച്ചത് രാജ്യസങ്കല്പത്തിന് ചേർന്ന ചിത്രമല്ല, അത് ആരുടേതെന്ന് അറിയില്ല എന്ന് അദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞു. ഗവർണർ എന്ന വ്യക്തിയെയല്ല, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ സങ്കല്പമാണ്, അതിനെയാണ് എതിർക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പുരസ്കാരം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനം പറഞ്ഞ് മന്ത്രി മടങ്ങിപ്പോരുകയായിരുന്നു. രാജ്ഭവൻ്റെ ആരോപണങ്ങൾ ഇവയാണ്. മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണെന്ന് രാജ്ഭവൻ പിന്നീട് വാർത്താക്കുറിപ്പിറക്കി പറഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ വേദി വിട്ട ശേഷമേ വേദിയിലും സദസ്സിലുമുള്ളവർ പോകാവൂ എന്നതാണ് അവർ വ്യക്തമാക്കിയത്. മോശം പെരുമാറ്റത്തിലൂടെ മന്ത്രി മുമ്പെങ്ങും ഇല്ലാത്ത കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചതെന്ന് ഗവർണർ പറയുന്നു. രാജ്ഭവനെ മാത്രമല്ല, ഗവർണറെ തന്നെയും മന്ത്രി വ്യക്തിപരമായി അപമാനിച്ചു എന്നാണ് ആ കുറിപ്പിലുള്ളത്. അവാർഡ് വാങ്ങാനെത്തിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭാരതാംബയെ അറിയില്ല എന്ന് പറഞ്ഞു എന്നാണ് ആ കുറിപ്പിലുള്ളത്. മന്ത്രിയുടെ നടപടി വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്ഭവൻ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുഖ്യമന്ത്രി ഇന്നലെ വിമർശനമുയർത്തിയിരുന്നു. രാജ്ഭവൻ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള വേദിയാക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഭാരതാംബ സങ്കല്പനം ഭരണഘടന അംഗീകരിക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വിശദമായി തന്നെയും പറഞ്ഞു. രാജ്ഭവനിലെ സ്വീകരണ മുറിയിൽ RSS സൈദ്ധാന്തികരുടെ ചിത്രങ്ങൾ ആർലേക്കർ സ്ഥാപിച്ചത് ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ചിത്രങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. രാജ്ഭവൻ സംഘടിപ്പിച്ച പ്രഭാഷണ വേദിയിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുകയുണ്ടായി. നേരത്തെയും പരിസ്ഥിതി ദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തി. പി പ്രസാദ് മന്ത്രി പ്രതിഷേധിച്ച് പങ്കെടുക്കാതെ തിരിച്ചുപോയി. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം രാജ്ഭവൻ, അതായത് ഗവർണറും സർക്കാരും തമ്മിൽ പോരുകളുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ ഫെഡറൽ അവകാശങ്ങൾക്കായി നിയമപരമായി നീങ്ങുകയാണ് ഗവർണർമാർക്കെതിരെ. അതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. എനിക്ക് തോന്നുന്നു മറ്റ് ചില ബൈറ്റുകൾ കൂടെയുണ്ട്. ഹർഷൻ, നേരത്തെ നൽകിയ പ്രോഗ്രാം ഷെഡ്യൂളിന് വിരുദ്ധമായാണ് രാജ്ഭവനിലെ പരിപാടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി ശിവൻകുട്ടി രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ചത്. അതിനു മുമ്പ് നടത്തിയ എഴുതി തയ്യാറാക്കിയ പ്രസംഗഭാഗം നമുക്കത് കാണാം. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി മുന്നേ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. ഗവർണർക്ക് അഹങ്കാരമാണെന്ന് പരിപാടി ബഹിഷ്കരിച്ചതിന് പിന്നാലെ വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറയുകയും ചെയ്തു. ഭരണഘടനയ്ക്ക് ബാഹ്യമായ സങ്കല്പങ്ങളെ അംഗീകരിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. പ്രോട്ടോകോൾ ലംഘനമെന്ന രാജ്ഭവന്റെ വിമർശനവും മന്ത്രി തള്ളിക്കളഞ്ഞു. ഭരണഘടനാ ലംഘനമോ പ്രോട്ടോകോൾ ലംഘനമോ നടത്തിയിട്ടില്ല. ഭാരതാംബ ചിത്രം RSS ശാഖയിൽ വെച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഭരണഘടന ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല.
ഒരു പ്രോട്ടോകോൾ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. കാവിക്കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭാരതം എന്ന് ആര് പറഞ്ഞു? അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSൻ്റെ ശാഖ ഉണ്ട്, അദ്ദേഹത്തിന് അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പൊതുപരിപാടികളെ RSS പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് മന്ത്രി P. രാജീവ് ഇതോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. അത് തെറ്റായ സംഗതിയാണ്. കാരണം രാജ്ഭവൻ ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രീയം ഉണ്ടാവും, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഗവൺമെൻറ്റിന് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾക്ക് അനുസരിച്ച് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. അത് അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തണമെന്ന് പറയുന്ന പ്രോട്ടോകോൾ ഏത് നിയമത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി K. രാജൻ ചോദിച്ചു. കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ മുമ്പിൽ, അതും സ്വാതന്ത്ര്യാനന്തര ഭാരതം അതിൻ്റെ ഭൂപടമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ഭൂപടത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ആരംഭിക്കണം എന്ന് പറയുന്നത് ഏത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്? ഇതൊക്കെയാണ് ഇന്ന് നടന്നത് ഹർഷൻ. അതായത് എനിക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പല അടയാളങ്ങൾ അറിയാം. ഇപ്പം അരിവാൾ ചുറ്റിക നക്ഷത്രം, കൈ ചിഹ്നം, ചർക്ക, താമര, ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇമേജുകളാണ്. പലതരത്തിലുള്ള ഇമേജുകളുണ്ട്, ഞാൻ പറഞ്ഞതല്ലാത്തതൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഭാരതാംബ ഈ സമീപകാലത്ത് ഞാനിങ്ങനെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പം അതിൻ്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വിവാദം വന്നപ്പോഴത് ഇങ്ങനെ വലിയ കണ്ടിട്ടില്ല എന്നല്ല, പക്ഷേ എന്നാലും വളരെ പോപ്പുലറായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. ഇതിപ്പോൾ ഗവർണർ വിജയിക്കും. അതാണ് അല്ല, അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു സനീഷ്, ഇതിനകത്ത് ഈ പ്രോട്ടോക്കോളിൽ തുടങ്ങാം. അതായത് ഈ പ്രോട്ടോക്കോളിനെ കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളും ആളുകൾ പറയാറുണ്ട്. ഈ ജനാധിപത്യ സംവിധാനത്തിലൊട്ടും ജനാധിപത്യം ഇല്ലാത്ത ഏർപ്പാടുകളിൽ ഒന്നാണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സംഗതി എന്നുള്ളൊരു വിമർശനം പലരും ഉന്നയിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഈ കൊളോണിയൽ ഹാങ് ഓവറിൽ കിടക്കുന്ന പരിപാടികളാണ് പലപ്പോഴും ഈ ചടങ്ങുകളായി നമ്മൾ കാണാറുള്ളത്. പല സംവിധാനങ്ങളും അതിൻ്റെ രീതികളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലൊക്കെ ആണെങ്കിലും അതിനൊക്കെ കാലികമായ ചില പരിഷ്കാരങ്ങളൊക്കെ അവർ തന്നെ വരുത്തുന്നുണ്ട്, ഇൻറ്റേർണലി അവർ തന്നെ വരുത്തുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഈ പ്രോട്ടോക്കോൾ എന്നതിൽ കടിച്ചു തൂങ്ങിയിട്ടൊക്കെയുള്ള കടുത്ത ആരോപണങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ കൗതുകം തോന്നിപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മന്ത്രി രാജൻ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രസക്തം. കാരണം ആ ഭൂപടം എന്നത് ഇന്ത്യയുടെ ഭൂപടമല്ല. പിന്നെ അത് മന്ത്രി രാജൻ പറയുന്നത് ഇന്ത്യയുടേതല്ലാത്ത ഒരു ഭൂപടം, അതാണ് നമ്മളവിടെ കാണുന്നത്, ആ ചിത്രത്തിൽ കാണുന്നത്. മാത്രമല്ല ഈ പ്രോട്ടോക്കോൾ പാലിക്കുന്നു എങ്കിൽ ആദ്യം ഇത് ഇവരുകൂടി ചേർന്നുകൊണ്ട്, അതായത് ഈ മന്ത്രി V. ശിവൻകുട്ടി കൂടി പങ്കെടുക്കേണ്ട ഒരു പരിപാടി മന്ത്രിയെ അറിയിക്കണമല്ലോ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനെയാണ് എന്നുള്ളത്. അതും പ്രോട്ടോക്കോളിൽ പെടുന്നതാണല്ലോ. ഈ അറിയിക്കുക എന്നുള്ളതും ആ ചടങ്ങ് എങ്ങനെയാണ് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതും പ്രോട്ടോക്കോളിൽ പെടുന്നതാണ്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും പ്രോട്ടോക്കോൾ ലംഘനമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. മാത്രമല്ല V. ശിവൻകുട്ടി പറഞ്ഞതിൽ ഏറ്റവും കൗതുകരായ ഒരു, ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു സാരി ഉടുത്ത സഹോദരിയുടെ ഫോട്ടോ, കാവിക്കൊടി പിടിച്ച സാരി ഉടുത്ത സഹോദരിയുടെ ഫോട്ടോ എന്നുള്ള ആശങ്കയുള്ള ആൾക്കാർക്ക് അല്ല, ഒരുപക്ഷെ സനീഷിന് ഈ പറഞ്ഞതുപോലെ ആ പരിചയമില്ലാത്തതുകൊണ്ട് സനീഷിന് ചിലപ്പോൾ തോന്നിയേക്കാം അവിടെ ചെല്ലുമ്പോൾ ഇതേതാണ് ഈ സഹോദരിയുടെ ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭൂപടത്തിൻ്റെ കാര്യം തന്നെ ആദ്യം എടുത്തു കഴിഞ്ഞാൽ അത് ഇതുണ്ടല്ലോ, ഈ ഭൂപടം ഈ മട്ടിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ്. ഈ മട്ടിലുള്ള ഒരു ഭൂപടം, ഇന്ത്യയുടെ ഭൂപടം നിങ്ങളവിടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയ തന്നെ പ്രദർശിപ്പിക്കണം. അതിനകത്ത് മാത്രമല്ല, ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചതിൽ പോലും അതിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പൊ അവർ മാപ്പ് പറഞ്ഞു, മാപ്പ് പറഞ്ഞു മാറ്റി. അതാണ് അവരവിടെ യുദ്ധം നടത്തുമ്പോൾ ഇത്രയും ഗൗരവമായിട്ട് മാപ്പ് പറഞ്ഞു മാറ്റി. സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടം അവൈലബിൾ ആണ് എല്ലായിടത്തും. ആ ഭൂപടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്താണ് ഈ LOC അടക്കം എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച്, അക്സായ് ചിൻ മേഖലയൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നത് അടക്കം വ്യക്തതയുണ്ട്. ആ ഭൂപടം അല്ല പ്രദർശിപ്പിക്കുന്നതെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് ഇവിടെ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇതൊരു ഭൂപടമായി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് അഖണ്ഡ ഭാരതമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഭാരതാംബ എന്ന സങ്കല്പം, ഈ സൈഡിൽ നിൽക്കുന്ന സിംഹത്തെ എല്ലാം വെച്ചുകൊണ്ട് ഇതിനെ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാനിത് നേരത്തെ മുതലേ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരു ദുർഗാരൂപമായി തന്നെയാണ്. ഏതാണ്ട് ആ മട്ടിൽ തന്നെയാണ് ഭാരതാംബയെ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ചിത്രത്തെ, കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചിത്രത്തെ അവർ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആ ദേവതാ സങ്കല്പത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചരിത്രം അങ്ങനെയല്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു, വേഗത്തിൽ സമയം മെനക്കെടുത്താതെ
പരമാവധി പറഞ്ഞു. കാരണം അത് ചരിത്രം നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും ചരിത്രം പറയാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് 1875 അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ 57 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ആണ് ഈ പറയുന്ന മാതരേ വതൻ ഹിന്ദുസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം ഉണ്ടാകുന്നത്. ആ മുദ്രാവാക്യം കൊണ്ടുവന്നത് അസീമുള്ള ഖാനാണ്. ഇനി അസീമുള്ള ഖാൻ ഈ മുദ്രാവാക്യം കിട്ടുന്നത് UK നിന്ന് തന്നെയാണ്. കാരണം അവിടെ ഈ ഭാരതാംബയെ പോലെ ഒരു രൂപം എത്രയോ കാലം മുമ്പുണ്ട്, പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലം മുതലുള്ള രൂപം, അത് ബ്രിട്ടാനിയയാണ്. ബ്രിട്ടാനിയ എന്നുള്ള രൂപം ഇതുപോലൊരു സ്ത്രീ രൂപമാണ്, മാതൃസങ്കല്പം തന്നെയാണ്. അവിടെ ഒരു പോരാളിയായ വനിതയെ പോലെ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. തൃശൂലം കയ്യിലുണ്ട്, സിംഹം അടുത്തുണ്ട്, ഈ UK കൊടിയും അടുത്തുണ്ട്. പക്ഷേ അതങ്ങനെ അദ്ദേഹം ഉൾക്കൊള്ളാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഇവിടെ പേഷ്വയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ഝാൻസി റാണിയുടെ ദൂതനായിരുന്നു. ഇതൊക്കെ ആയാണ് അദ്ദേഹം അസീമുള്ള ഖാൻ അവിടെ ചെല്ലുന്നത്, UK ചെല്ലുന്നത്. അവിടെ നിന്ന് ഇതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം തിരിച്ചു വരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയപ്രചാരകനായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ നിലയ്ക്ക് ഇതിനെ അവതരിപ്പിച്ചു ഈ പറഞ്ഞതുപോലെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തെ, മാതരേ വതൻ എന്നുള്ള സങ്കല്പത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പിന്നെയുള്ള ചരിത്രം നമുക്കറിയാം. ആദ്യമായി ഭാരതാംബ എന്ന് ഈ പറയുന്ന ചിത്രത്തിന് പേരിട്ടത്, അതായത് അഭിനീന്ദ്രനാഥ ടാഗോർ 1905 വരച്ച ചിത്രത്തിന് പേരിടുന്നത് അതും ബംഗമാതയാണ്. ബംഗമാതയെ ഭാരത മാത എന്ന് അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ സിസ്റ്റർ നിവേദിതയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം. അതിന് ഈ പറയുന്നതുപോലെ അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലുള്ള ഭാരതാംബ ഈ ഭാരതാംബയല്ല. ഈ ഭാരതാംബ ഒറ്റ കാര്യം കൂടി പറയാം, ഇതൊന്നുകിൽ അല്ല, ഈ ഭാരതാംബ ഇപ്പം കണ്ട ഗവർണറുടെ ഓഫീസിൽ കണ്ട ഭാരതാംബ ഒന്നുകിൽ ശിവകാശി കലണ്ടറിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഇത് ഗീതാ പ്രസിൽ അച്ചടിച്ചതാണ്. അദ്ദേഹം 10 വയസ്സ് തൊട്ട് നമ്മൾ അനുമാനിക്കുന്നു അദ്ദേഹം ശാഖയിൽ പോയിട്ട് പഠിച്ച RSSൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം നിലക്ക് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാണ് അദ്ദേഹം ലോകത്തെ ആകെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു CPM-കാരൻ ഈ പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരു CPM-കാരൻ പിണറായി വിജയൻ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ഏതാണ്ട് 10-15 വയസ്സ് തൊട്ട് അദ്ദേഹം CPM ആണ്. അപ്പോൾ ഈ അരിവാൾ ചുറ്റുക നക്ഷത്രം എടുത്തിട്ട് സ്വന്തം ഓഫീസ് കൊണ്ടുവച്ചിട്ട് മറ്റെല്ലാവരും വന്നിട്ട് ഇതിനെ ആദരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അരിവാൾ ചുറ്റുക നക്ഷത്രത്തെ പരിഹസിക്കുകയുള്ളൂ. അത് ആർലേക്കർക്ക് മനസ്സിലാകാത്തത്, ആർലേക്കറുടെ രാഷ്ട്രീയ ചിന്തയെ ആകെ ഇങ്ങനെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് ബുദ്ധമതം, കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ, ഈ ഭാരതാംബ എന്ന് വെച്ചാൽ എല്ലാവരും ആദരിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ RSS പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ അദ്ദേഹം വ്യാമുഗ്ധനായി കിടക്കുകയാണ്. അത് നടക്കുന്ന കാര്യമല്ലെന്ന് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ അതിശക്തമായിട്ട് ഞാൻ V ശിവൻകുട്ടിക്കും ഗവർണർക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കും ഒപ്പമാണ്. സർക്കാരും രാജ്ഭവനും ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാണ്. ഭരണഘടനയോടാകണം ഇവ രണ്ടിൻ്റെയും കൂറും വിധേയത്വവും. ഈ രാജ്യത്ത് ഘടനാപരമായി നിർവചിക്കപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും അതിൻ്റെ സകല ഘടനകളുടെയും അടിപ്പടവ് ഭരണഘടനാ മൂല്യങ്ങൾ മാത്രമാകണം. ദേശീയ പ്രസ്ഥാനം തിളച്ചുമറിയുന്ന കാലത്ത് ബംഗാളി ചിത്രകാരൻ അഭിനീന്ദ്രനാഥ് ടാഗോർ രൂപം കൊടുത്ത ഭാരത് മാതാ സങ്കല്പം ഒരു മതസ്വരൂപമായിരുന്നില്ല എന്ന് RDX നേരത്തെയും ചർച്ച ചെയ്തതാണ്. വെള്ളവസ്ത്രവും ജപമാലയും കതിർക്കറ്റയും പുസ്തകവും എന്നി നിൽക്കുന്ന ഒരു സാത്വിക മാതൃസ്വരൂപമായിരുന്നു അത്. കാവിക്കൊടി പിടിച്ച് സിംഹത്തെ ചാരി നിൽക്കുന്ന ഹിന്ദു ദേവതാ വേഷത്തിലുള്ള ചിത്രം RSS ഉപയോഗിച്ചു പോരുന്നതാണ്. അവർ ആ സങ്കല്പത്തിൽ രാജ്യത്തെ കാണുന്നതിൽ തെറ്റില്ല, അതവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ആ പ്രതീകത്തെ എല്ലാവരും അംഗീകരിക്കണമെന്ന ശാഠ്യം ഭരണഘടനയുടെ ആത്മാവിനെതിരാണ്. ഭാരതമാതാവ് എന്നതൊരു സാംസ്കാരിക പ്രതീകത്തിനപ്പുറം ഭരണഘടനാപരമായ സങ്കല്പം അല്ലെന്നും നമ്മൾ ഓർക്കണം. ഇന്ത്യ എന്ന മതനിരപേക്ഷ ദേശരാഷ്ട്രത്തിൻ്റെ ആകൃതിയായി ഒരു പ്രത്യേക മതരൂപവേഷത്തെ തീരുമാനിക്കുന്നത് ഭരണഘടനാപരമായും നൈതികമായും തെറ്റ് തന്നെയെന്ന് RDXും കരുതുന്നു. അടുത്ത വിഷയത്തിലേക്ക്, ഇടവേളയിലേക്ക്.